friends, welcome to Commerce Bytes. I hope you people are all doing well. നമ്മളുടെ എക്സാമിന് ഇനി കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 6-7 ഡേയ്സേ നമ്മളുടെ മുന്നിലുള്ളൂ. ഓഗസ്റ്റ് 14, 2021 ആണ് നമ്മളുടെ എക്സാം. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാത്തവർ കൈൻഡ്ലി ഡൗൺലോഡ് ദാറ്റ് പെർട്ടിക്കുലർ അഡ്മിറ്റ് കാർഡ് ആൻഡ് ചെക്ക് വെയറെവർ യുവർ എക്സാം സെൻറ്റർ ഇസ്. ഓക്കെ, സോ നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ വി ആർ സ്ട്രിക്ട്ലി ഫോക്കസിങ് ഓൺ കേരള സെറ്റ് 2021 പേപ്പർ 1-ന് വേണ്ടിയിട്ട് വി ആർ ഹാവിങ് 12 പ്ലേലിസ്റ്റ്. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ പ്ലേലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അത്ര ഡെഡിക്കേഷനോട് കൂടി തന്നെ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ്. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസസ് ഉള്ള കുറേ ഏരിയാസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധമുണ്ട് എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിരിക്കണം. ആൻഡ് അറ്റ് ദ എൻഡ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്കാണ്, പാസ്സായി എന്ന് കിട്ടുന്നത് നിങ്ങൾക്കാണ്. അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മളുടെ സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. ഓക്കെ, സോ ട്രൈ ഹാർഡ് ആൻഡ് വർക്ക് ഹാർഡ് ആൻഡ് സക്സസ് ഇസ് ഓൾ യോഴ്സ്. പിന്നെ നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ പ്ലേലിസ്റ്റിൽ കൊമേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 25 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ പറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു, റൈറ്റ്? സോ ഈ ഒരു ടൂൾസ് ആൻഡ് ടെക്നിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിൻ്റാണ് EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതിൽ ഞാൻ അപ്പോൾ മെൻഷൻ ചെയ്തിരുന്നു നമുക്ക് അവിടെ ഒരു ഫോർമുലയുണ്ട്, √2AO / C എന്നുള്ളൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമുലയിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഞാൻ പല പ്രാവശ്യം കേരള സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു EOQ ബേസ് ചെയ്ത സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എന്നോട് കുറച്ച് സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു, മാം കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമോ എന്നുള്ളത്. And today we are going to discuss 2 questions of EOQ and something very special. കുറച്ച് ഫോർമുലാസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആ ഫോർമുലാസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ഗിവിങ് 100% ഷ്യൂർ ദാറ്റ് ഈ ഫോർമുലാസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ കമ്മിങ് എക്സാമിന് നിങ്ങൾക്ക് 3 മാർക്ക് അല്ലെങ്കിൽ ഒരു 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, സോ EOQൻ്റെ 2 ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് ആനുവൽ യൂസേജ് തന്നിട്ടുണ്ട് 20,000 യൂണിറ്റ്സ് എന്ന്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് തന്നിട്ടുള്ളത് ഓർഡർ കോസ്റ്റ് ആണ്. ഓർഡർ കോസ്റ്റ് 400 പെർ ഓർഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത് ക്യാരി കോസ്റ്റ് ആണ്, ₹4 യൂണിറ്റ് പെർ ആനം എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റ. പിന്നെ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനോട് പറയാനുള്ള മെയിനായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇതുപോലെ EOQ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് സെയിം തന്നെ നമ്മളോട് കേരള സെറ്റിൻ്റെ എക്സാമിന് ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എടുക്കാൻ കാരണം. ഓക്കെ, നമുക്കെപ്പോഴും അവർ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോർമുല അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ക്വസ്റ്റ്യനെ അവർ തരാറുള്ളൂ. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. √2AO / C. എനിക്കിവിടെ റൂട്ടിൻ്റെ സിമ്പിൾ ഇടാൻ പറ്റുന്നില്ല ദാറ്റ്. സോ നമുക്ക് ആൻസേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് റൂട്ട് ഉണ്ട് കേട്ടോ, അവിടെ നിങ്ങൾ എന്തായാലും റൂട്ട് ഇടണം. ഓക്കെ, √2 × 20,000. നമുക്ക് A പറഞ്ഞിരിക്കുന്നത് 20,000 ആണ്. സോ A 20,000 × O എന്താണ്, ഓർഡർ കോസ്റ്റ് ആണ്. നമുക്കത് നേരിട്ട് തന്നിട്ടുണ്ട് 400 എന്നുള്ളത്, /4. എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ആദ്യത്തെ നമ്മുടെ ന്യൂമറേറ്റർ ഇല്ലേ 2 × 20,000 × 400, അത് നിങ്ങൾ സോൾവ് ചെയ്യണം. /4 എന്നാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 4ഉം 400ഉം കൂടെ കട്ട് ചെയ്ത് അവിടെ തന്നെ 100 എന്ന് നമുക്ക് കിട്ടും, റൈറ്റ്? അപ്പോൾ അവിടെ നമുക്ക് 100 കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ 2 × 20,000 2 × 20,000 എത്രയാ, 40,000 40,000 × 100 എത്രയാ? സോ ദ ആൻസർ വിൽ ബി 40 lakh. ആൻഡ് 40 lakhൻ്റെ റൂട്ട് എടുക്കുമ്പോൾ അവിടെ ആൻസർ വരുന്നത് 2,000 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, അത്ര ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും EOQൻ്റെ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചാൽ തന്നെ. ഇനി കുറച്ചൊരു സ്റ്റെപ്പ്, ഒരു ഗ്രേഡ് കൂടിയ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്കതും ചെയ്യാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ആനുവൽ യൂസേജ് 90,000 യൂണിറ്റ്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കോസ്റ്റ് പെർ ഓർഡർ പറഞ്ഞിരിക്കുന്നത് ₹10 ആണ്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് നോക്കിയേ,
കോസ്റ്റ് ഓഫ് ക്യാരിയിങ്, അതായത് ക്യാരിയിങ് കോസ്റ്റ് സി എന്നുള്ളത് 10% ഓഫ് കോസ്റ്റ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 50. അതാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഒരു ടെസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ അവർ പെർട്ടിക്കുലർ ആ ട്വിസ്റ്റിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പോയിന്റും കൂടെ അവർ തന്നിട്ടുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ യു പീപ്പിൾ ക്യാൻ ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് സ്കോറിങ് കറക്റ്റ് മാർക്ക് ഫോർ ദിസ് ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഉറപ്പിച്ചൂടെ ആ ഒരു 1 മാർക്ക് നമുക്ക് സെക്യൂർഡ് ആക്കാൻ പറ്റില്ലേ. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. റൂട്ട് ഇടണം, ഞാൻ പറഞ്ഞു എനിക്ക് റൂട്ട് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. ആൻഡ് റൂട്ട് ഇട്ട് കഴിയുമ്പോൾ റൂട്ട് ഓഫ് 2AO ഡിവൈഡഡ് ബൈ സി. 2A എന്ന് പറയുന്നത് ആനുവൽ കൺസംഷൻ ആണ്, O എന്ന് പറയുന്നത് ഓർഡറിങ് കോസ്റ്റ് ആണ്, ഡിവൈഡഡ് ബൈ C എന്ന് പറയുന്നത് ക്യാരിയിങ് കോസ്റ്റ് ആണ്. സോ ആൻസേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു A എന്നുള്ളത് 90,000 ആക്കി ഇൻറ്റു കോസ്റ്റ് പെർ ഓർഡർ എന്നുള്ളത് 10 ആണ്. അപ്പോൾ 2 ഇൻറ്റു 90,000 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, കോസ്റ്റ് ഓഫ് ക്യാരിയിങ് കോസ്റ്റ് 10% ഓഫ് കോസ്റ്റ് എന്നുള്ളതാണ്. സോ കോസ്റ്റ് ഇവിടെ തന്നിട്ടുള്ളത് 50 ആണ്. സോ 50 ഇൻറ്റു 10% എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെർട്ടിക്കുലർ ആൻസർ വരുന്നത് 600 യൂണിറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ EOQന് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ, അതല്ലാതെ ക്വസ്റ്റ്യൻസ് വരില്ല എന്ന് ഐ ആം പ്രിറ്റി ഷുവർ ഫോർ ദാറ്റ്. അതുകൊണ്ട് നിങ്ങൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കേണ്ട, ഓവറായിട്ട് കൂടിയ ക്വസ്റ്റ്യൻസ് ചെയ്ത് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് അവരെപ്പോഴും പ്രാക്ടിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വളരെ ബേസ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനെ പറയാറുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് അതോർത്ത് ടെൻഷനാവേ വേണ്ട, അതിനുവേണ്ടി സമയം കളയും വേണ്ട. കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് തിയറി പോർഷൻസ് ആണ്. അവിടെയാണ് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പഠിക്കേ നിവൃത്തിയുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ EOQനും ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 2 പ്രോബ്ലംസ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ കുറച്ച് മെയിനായിട്ടുള്ള ഫോർമുലാസ് ആണ്. ഈ ഫോർമുലാസ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയാം, കുറച്ച് കോമൺ സെൻസും കുറച്ച് ഒരു ഇൻ്റലിജൻസ് എന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് നമുക്കൊരു തിങ്കിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു സെക്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുള്ള കുറച്ച് ഷോർട്ട് ടിപ്പുകളും ട്രിക്കുകളും ഞാൻ വഴിയെ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഈ ഫോർമുലാസ് ഓർക്കാനുള്ള ടിപ്പുകളും ട്രിക്കുകളും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ ഇതിൽ വരുന്ന മെയിൻ ഫോർമുലാസ് ആട്ടോ നമ്മളിപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു പോയിന്റ് നമുക്ക് പറയാനുള്ളത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഇതാണ് അതിൻ്റെ കീവേഡ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷനാണ്. അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ളതും കോൺട്രിബ്യൂഷനാണ്. ഇത് നിങ്ങൾ മനപ്പാടാക്കിയിരിക്കണം. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. പല പ്രാവശ്യം നമുക്കിത് യൂസ് ചെയ്യേണ്ടി വരും, പല രീതിയിലായിരിക്കും നമ്മളിത് യൂസ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ഓക്കെ, ചിലപ്പോൾ നമ്മളോട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇപ്പോൾ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ടാവും, പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്കറിയാവുന്ന ഫോർമുല എങ്ങനെയാണ്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് നമുക്കറിയാം. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് അപ്പുറത്തിട്ടിട്ട് ആ പ്രോഫിറ്റ് എടുത്ത് അപ്പുറത്തെ സൈഡിലേക്ക് ഇടുമ്പോൾ അത് മൈനസ് ആവും. സോ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മളുടെ ഫോർമുല വരുന്നത് എങ്ങനെയാണ്? കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് എന്നായിരിക്കും. മനസ്സിലായോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ആൻഡ് ഇറ്റ് വർക്ക്സ് വണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ തരുന്ന ഫോർമുലാസ് നിങ്ങളൊരു ചാർട്ട് പേപ്പറിൽ എഴുതി നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് തന്നെ വെച്ചോളൂ. കാരണം ഈ ഒരു സെക്ഷനിൽ നിന്ന് മസ്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ദാറ്റ് ഈസ് ഫോർ ഷുവർ, 100% ഷുവർ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. നിങ്ങൾക്കപ്പം മനസ്സിലാവണം എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾക്കിനി ബാക്കിയുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്കിത് പറയാൻ പറ്റണം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നതും കോൺട്രിബ്യൂഷൻ തന്നെയാണ്. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നതും കോൺട്രിബ്യൂഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷൻ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയറായി മനസ്സിലായി. ഇനി നെക്സ്റ്റ് മെയിനായിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് PV റേഷ്യോ ആണ്. P ഒരു സ്ലാഷ് ഇട്ടിട്ട് V ആൻഡ് റേഷ്യോ.
പി വി റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 3 ഫോർമുലാസ് ഉണ്ട്. ഇത് ഞാൻ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് ഓരോ ഫോർമുലാസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഒരു കുറേ ഫോർമുലാസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കൺഫ്യൂസ്ഡായി പോകരുത്. സെക്ഷൻ ബൈ സെക്ഷനായിട്ട് നിങ്ങൾ എഴുതി പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ആൻഡ് എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഈ ഫോർമുലാസ് ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഫോർമുലാസിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ആൻഡ് ഇറ്റ് വർക്ക്സ് വണ്ടർ. ഓക്കെ, സോ ഇനി നമുക്ക് പി വി റേഷ്യോ നോക്കാം. പി വി റേഷ്യോൻ്റെ ഫോർമുല എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അതാണ് ഫസ്റ്റ് ഫോർമുല. പി വി റേഷ്യോ പല രീതിയിലായിരിക്കും നമുക്ക് ഡേറ്റാസ് തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിവിടെ 3 ഫോർമുലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് വഴി കൂടെയാണ് നമുക്ക് അറ്റാക്ക് വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ സെറ്റായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ 3 ഫോർമുലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പി വി റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്നതാണ് ഫസ്റ്റ് ഫോർമുല. ഇൻ നെക്സ്റ്റ് വൺ, ഇപ്പോൾ വേരിയബിൾ കോസ്റ്റിൻ്റെ റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പി വി റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? പി വി റേഷ്യോ ഈക്വൽ ടു 1 മൈനസ് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ. ജസ്റ്റ് 1 മൈനസ് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ ചെയ്താൽ മതി. പക്ഷേ അറിയില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. നമുക്ക് 2 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, 2 വർഷത്തെ സെയിൽസും തന്നിട്ടുണ്ട്. എന്നിട്ട് പി വി റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മൾക്കറിയില്ല, ഫോർമുല ഉണ്ടെങ്കിലല്ലേ നമുക്കറിയുള്ളൂ. സോ അങ്ങനെ വരുമ്പോഴും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു ഫോർമുലയുണ്ട്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഈ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എങ്ങനെയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ 2020യുടെയും 2021ൻ്റെയാണ് നമുക്ക് പ്രോഫിറ്റും സെയിൽസും തന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഈ 2020 നമുക്ക് 50,000ഉം പിന്നെ 2021 60,000 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ 60,000 മൈനസ് 50,000, അതായത് 10,000 ആണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ്. ഇനി അതുപോലെ തന്നെ സെയിൽസ് നോക്കൂ. നമുക്ക് സെയിൽസ് ഒരു 4 lakhും 2021 സെയിൽസ് വരുമ്പോൾ ഒരു 8 lakh ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, സോ 8 lakh മൈനസ് 4 lakh നമുക്ക് വരുന്നത് എത്രയാണ്? 4 lakh. സോ 4 lakh ആണ് നമ്മുടെ സെയിൽസ്. അപ്പോൾ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് വരുമ്പോൾ 10,000ഉം പിന്നെ സെയിൽസ് വരുമ്പോൾ 4 lakhും. അപ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 4 lakh ഇൻറ്റു 100. മനസ്സിലായോ? അതുപോലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ 3 മാർക്സ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് സെക്ഷനായ ഫോർമുലാസും കവർ ചെയ്തു. ആദ്യം നമ്മൾ കോൺട്രിബ്യൂഷൻ്റെ ഫോർമുലാസ് പറഞ്ഞു, പിന്നെ പി വി റേഷ്യോൻ്റെ ഫോർമുല പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ബി ഇ പി. ബി ഇ പി എന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിൻ്റ്. അതിൻ്റെ ക്വസ്റ്റ്യനും പല പ്രാവശ്യം ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ ഇതും കൂടെ ആഡ് ഓൺ ചെയ്യുന്നത്. ഇനി ബി ഇ പിൻ്റെ ഫോർമുല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി ഇ പി 2 ടൈപ്പായിട്ട് ചോദിക്കാം. ബി ഇ പി അമൗണ്ട് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ബി ഇ പി യൂണിറ്റ്സിൽ കണ്ടുപിടിക്കാനും പറയും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ബി ഇ പി അമൗണ്ട് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫോർമുല വരുന്നത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഈ ഒരു ഒറ്റ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഗുണം? നമുക്ക് പി വി റേഷ്യോൻ്റെ ഫോർമുല നമ്മളിപ്പോൾ തൊട്ട് മുന്നേ നോക്കിയില്ലേ, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്നുള്ളത്. ഈ ഫോർമുല അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പോയിൻ്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫോർമുലാസിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. 3 മാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മസ്റ്റായിട്ട് എല്ലാ ഫോർമുലാസും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ പഠിച്ചിരിക്കണം. സോ പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്നുള്ള ഈ ഫോർമുല കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇവിടെ ബി ഇ പി അമൗണ്ടിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ബി ഇ പി യൂണിറ്റ്സിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിലോ ന്യൂമറേറ്ററിൽ ഫിക്സഡ് കോസ്റ്റ് തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് തന്നെ, ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് താഴെ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ബി ഇ പി റുപ്പീസിലാണെങ്കിലും ബി ഇ പി യൂണിറ്റ്സിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിലും ന്യൂമറേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ ഫിക്സഡ് കോസ്റ്റ് ആണ്, മറ്റെവിടത്തും ഫിക്സഡ് കോസ്റ്റ് തന്നെയാണ്. താഴെ എമൗണ്ട് ആണെങ്കിൽ പി വി റേഷ്യോയും amount നമ്മളുടെ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ യൂണിറ്റ്സ് ആണെങ്കിൽ താഴെ യൂണിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. മനസ്സിലായോ? അതാണ് അതിൻ്റെ ട്രിക്ക്.
ഞാൻ പറഞ്ഞു തന്നില്ലേ നിങ്ങൾക്ക് അത് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ വേറൊരു ട്രിക്ക് യൂസ് ചെയ്യാമെന്ന്. അതാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. BEP റുപ്പീസിലാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ എന്ന് പറയാം. BEP യൂണിറ്റ്സ് ആണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ ഇവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അങ്ങനെ 2 ഫോർമുലേഴ്സാണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി ഈ BEൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കൂ. ബ്രേക്ക് ഇവൻ പോയിൻറ്റിൻ്റെ റേഷ്യോ, അതിൻ്റെ ഫോർമുല വരുന്നത് BEP ചിലപ്പോൾ എമൗണ്ട് ആയിരിക്കും, ചിലപ്പോൾ യൂണിറ്റ് ആയിരിക്കും. അത് നമ്മൾ ഏതാണോ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് അതനുസരിച്ച് വേണം നിങ്ങൾ കണ്ടുപിടിക്കാൻ. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് ഡിവൈഡഡ് ബൈ ആക്ച്വൽ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അപ്പം നമുക്ക് ബ്രേക്ക് ഇവൻ്റെ റേഷ്യോ കിട്ടും. എങ്ങനെയാണ്? ബ്രേക്ക് ഇവൻ പോയിൻറ്റ് അത് ചിലപ്പോൾ എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ യൂണിറ്റ്സ് ആയിരിക്കും, ഡിവൈഡഡ് ബൈ ആക്ച്വൽ സെയിൽസ് ഇൻറ്റു 100. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ സെക്ഷൻ കഴിഞ്ഞു, സെക്കൻഡ് സെക്ഷൻ കഴിഞ്ഞു, ഇതിപ്പോൾ തേർഡ് സെഷനാണ് നമ്മളുടെ കഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെക്ഷനാണ്, അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി 2 ഇക്വേഷൻ ഉണ്ട് നമുക്ക്. മെയിനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഇവിടെയും കണ്ടോ PV റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് PV റേഷ്യോൻ്റെ 3 ഫോർമുലാസും നിങ്ങൾക്ക് മനപ്പാടായിരിക്കണം. ഓക്കെ, സോ മാർജിൻ ഓഫ് സേഫ്റ്റീൻ്റെ ഫോർമുല വരുന്നത് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. ഇപ്പോൾ ചിലപ്പോൾ അവിടെ സെയിൽസും പിന്നെ BEP സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയില്ലേ, അതാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കൂ, അതിൻ്റെ ഡേറ്റാസ് ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കൂ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കണമെങ്കിൽ സെയിൽസ് മൈനസ് BEP സെയിൽസ്. ഓക്കെ, ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. സെയിൽസ് മൈനസ് BEP, സെയിൽസും BEPയും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടി. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ഓഫ് ഫോർമുലയിൽ നമുക്ക് പറയാനുള്ളത്, നമ്മളുടെ ഫസ്റ്റ് ഫോർമുല വരുന്നത് ചിലപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിരിക്കും കേട്ടോ. പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ചിലപ്പോൾ ഇതിൽ PV റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ടാവില്ല, PV റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ PV റേഷ്യോ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് സെയിൽസും വേരിയബിൾ കോസ്റ്റും ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ പ്രോഫിറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ ഫോർമുല വേണം അപ്ലൈ ചെയ്യാൻ. സെയിൽസ് ഇൻറ്റു PV റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. എനിക്കറിയാം കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ എനിക്ക് തോന്നുന്നു കൊമേഴ്സ് പഠിച്ച സ്റ്റുഡൻസ് ആയതുകൊണ്ടും MCOM പഠിച്ച സ്റ്റുഡൻസ് ആയതുകൊണ്ടും ഈ ഫോർമുലേഴ്സൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് വളരെ വലിയൊരു ഹെഡേക്ക് എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, അല്ലേ? സോ പ്രോഫിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സെയിൽസ് ഇൻറ്റു PV റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെയാണോ നമുക്ക് ഡേറ്റ തന്നിരിക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ ഫോർമുലാസ് അപ്ലൈ ചെയ്യാൻ. അല്ലാതെ എനിക്ക് ഈ ഫോർമുല അറിയാം, ഈ ഫോർമുലയിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് ഞാൻ എടുക്കുകയുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ എടുക്കില്ല, അത് വേറെ എന്തിനെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനായിരിക്കും. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഓൾമോസ്റ്റ് ഞാൻ കണ്ടിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും, കേരള സെറ്റിൻ്റെ ക്വസ്റ്റ്യൻസിലും അവർ തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ടുള്ള ഫോർമുലാസ് നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ എല്ലാത്തിൻ്റെ ആൻസർ നമുക്ക് പക്കയായിട്ട് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർമുല നമുക്ക് പറയാനുള്ളത് സെയിൽസിൻ്റെയാണ്. സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. നമുക്കറിയാം കോൺട്രിബ്യൂഷൻ്റെ ഫോർമുല എന്താണെന്ന് നമുക്കറിയാലോ, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇവിടെ പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അതുപോലെ തന്നെ ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് യൂണിറ്റിലാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, BEP യൂണിറ്റ്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്ററിൽ എന്താ വന്നേ, അതായത് താഴെ എന്താ വന്നേ, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആ BEP റുപ്പീസിലും BEP യൂണിറ്റ്സിലും കണ്ടുപിടിച്ച ആ ഒരു സെക്ഷൻ്റെ ഫോർമുലാസ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുലാസായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്യം തോന്നും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. BEP റുപ്പീസിലാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് മാത്രമുള്ളൂ അവിടെ ന്യൂമറേറ്ററിൽ, താഴെ PV റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ നോക്കിയേ, ഇവിടെ സെയിൽസിൻ്റെ യൂണിറ്റ്സിൽ അല്ലെങ്കിൽ സെയിൽസിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറയുന്നതിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന ഒരു എലമെൻറ്റും കൂടെ കൂട്ടിച്ചേർന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PV റേഷ്യോ ആണ് വന്നിരിക്കുന്നത്. പിന്നെ സെയിൽസിൻ്റെ യൂണിറ്റ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നതെങ്കിൽ ഫോർമുല ഇങ്ങനെയാണ്, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ആ ഒരു സ്പെഷ്യൽ എലമെൻറ്റ് ആഡ് ചെയ്തു, കാരണം ഇത് സെയിൽസ് ആണല്ലോ, അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ. ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, യൂണിറ്റിൻ്റെ ആകുമ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. മനസ്സിലായോ?
അതുപോലെ തന്നെ ഇപ്പോൾ സെയിൽസ് യൂണിറ്റിൻ്റെ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഒരു കുഞ്ഞ് ഫോർമുലയും കൂടി ഉണ്ട്, അതും കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്യുന്നു. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് മൈനസ് പ്രോഫിറ്റ് പെർ യൂണിറ്റ്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിങ്ങൾ ഈ ഒരു 5 സെക്ഷൻ ഫോർമുലാസ് അരച്ചു കുടിച്ച് നല്ല രീതിയിൽ തന്നെ കാണാപ്പാഠം പഠിക്കുകയോ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആൻസേഴ്സും നിങ്ങൾക്ക് പക്ക കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്കൊരു പ്രാക്ടീസ് കിട്ടും. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്തായാലും ഒരു 2020 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം. അത് കഴിഞ്ഞ് പുറകോട്ടുള്ള ഒരു 2010 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഞാൻ പറയുന്നത് ഈ വർക്കൗട്ട് ചെയ്യുന്ന ഈ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസിൻ്റെ കേട്ടോ. ഓക്കെ, സോ ഐ ഹോപ്പ് ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടണം. എൻ്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും കേരള സെറ്റിൻ്റെ എക്സാം പാസ്സായിരിക്കണം. ഓക്കെ, അതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്കും അതുതന്നെയാണ് ആഗ്രഹം എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ഡിയേഴ്സ് ഫോർ യുവർ എക്സാം. So with this note we are concluding. Let's see in the next video. Until then, work hard and